പറഞ്ഞു കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം അതിൻ്റെ വിളിയാണിത്. ആളെ ഉയർത്തി, ദൈവം ഉയർത്തി, മഹത്വപ്പെടുത്തി എന്നുള്ള അർത്ഥം ഇതാണ്. ഇതിനെ ഉപേക്ഷിച്ച് പറഞ്ഞു നിന്നെ ലോകം എന്തിനാ ആളുകൾ നമ്മൾ ലോകത്തെ ഉപേക്ഷിക്കേണ്ടതാണ്. നമ്മൾ ഉപേക്ഷിക്കാത്തപ്പം തപ്പരാൻ പറയാൻ തിരിച്ച് ചെയ്താക്കാൻ പറയും. ഹല്ലേലൂയ. നമ്മളാണ് ശരിക്കും ആരെ ഉപേക്ഷിക്കേണ്ടത്? ലോകത്തെ മുഴുവൻ ഉപേക്ഷിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പം നമ്മളോട് പല പ്രാവശ്യം കർത്താവ് മര്യാദയ്ക്ക് പറഞ്ഞു നീ ലോകവും ലോകത്തിൻ്റെ സുഖങ്ങളും ഉപേക്ഷിക്കാൻ. ഹല്ലേലൂയ. നമ്മൾ ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ. എന്നാൽ പിന്നെ കർത്താവ് തിരിച്ചു പിടിക്കും. അവരോട് പറയും ഇവനെ അങ്ങ് ഉപേക്ഷിച്ചേക്കാൻ പറയും. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മേലാത്തൊരു വേലിക്കെട്ടിനകത്ത് കർത്താവും കിട്ടും. വേലിക്കെട്ടിലിട്ടിട്ട് കർത്താവ് അടി തുടങ്ങും. ശുദ്ധീകരിക്കും. അനങ്ങിയാൽ അടിയാം. പ്രാർത്ഥിച്ചാൽ ഇരട്ടി അടി. സ്തുതിച്ചാൽ അനക്കാലും വലിയ അടി. ധ്യാനിക്കാൻ പോയാൽ അനക്കാലും വലിയ അടി. ഇതെന്തിനാ കർത്താവ് ഇങ്ങനെ? കൃപയിൽ വളർത്തുന്നതിൻ്റെ ഭാഗം. എന്നിട്ട് പറഞ്ഞു നീ വചനം